ഇതാ റബീഉൽ അവ്വൽ ഇവിടെ പറക്കാൻ പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ മഹബത്ത് അത് നമ്മൾ പ്രകടമാക്കണം. അത് പ്രകടമാക്കുന്നതിലുള്ള എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ പല നിലക്കുള്ളതായ പരീക്ഷണങ്ങളെ കൊണ്ട് നമ്മളെ പരീക്ഷിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ മഹബത്തിൻ്റെ പ്രകടനം ദാക യൗമുൻ ഉലിതു ഫീഹി എന്ന് റസൂൽ പറഞ്ഞില്ലേ, തിങ്കളാഴ്ച തന്നെ നോമ്പ് എടുക്കണമെന്ന് ചോദിച്ചു. അന്നാണ് എൻ്റെ ജന്മദിനം, അതുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും അതിനെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം എന്നാണ് റസൂൽ പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഒരു റബീഉൽ അവ്വൽ 12-ലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കപ്പെട്ടത്. അപ്പോൾ എല്ലാ റബീഉൽ അവ്വൽ 12 വരുമ്പോഴും ആ റബീഉൽ അവ്വൽ 12-നെ നമ്മൾ ആദരിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ളതായ ആ മഹബത്ത് പ്രകടമാക്കണം. നബിയുടെ ചരിത്രങ്ങൾ പറയണം, ജനങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യണം, ഇതുപോലുള്ള സംഗതികളൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്തുകൊണ്ട് വേറുള്ള സംഗതിക്കൊന്നും ഒരു കോട്ടം വരില്ല. അങ്ങനെ ചിലർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് യഥാർത്ഥ സുന്നി ആശയവുമല്ല. അപ്പോൾ ഏതായാലും ആ നിലക്ക് റബീഉൽ അവ്വലിൻ്റെ അതിൻ്റെ ആഘോഷിക്കാൻ വേണ്ടി നമ്മളൊക്കെ തയ്യാറാവണം. അതോടുകൂടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവിടെ വയനാട്ടിൽ നമ്മളെ ദുരിത പ്രദേശത്തുള്ള ആളുകൾക്ക് വലിയ സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു ഫണ്ട് രൂപീകരിച്ചത് പലരും ഇപ്പോൾ ഇവിടുന്ന് വരുന്ന ആരാണ് അതെ അവരിവിടെ അവരും മറ്റു മൂപ്പനും കൊടുത്തല്ലോ NSAG അവരൊരു സംഖ്യ ഇവിടെ കൊടുത്തിനി. പിന്നെ ഞാൻ ഈ പൈസ വാങ്ങണ പണി എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഓഫീസിലേക്ക് എങ്ങനെ എത്തിക്കുക, ഓഫീസിൽ അതിൻ്റെ ആളുകളുണ്ട്, ഓലോട് റെസീറ്റ് വാങ്ങി അവിടെ കൊടുക്കാമെന്ന്. ഇതൊന്നും ഞാൻ വാങ്ങൂല, ഇതൊക്കെ ഞാൻ വാങ്ങി അങ്ങോട്ട് തരാം. പക്ഷേ ഞാൻ വാങ്ങിയ തങ്ങൾ വാങ്ങിക്കൊണ്ടേന്ന് അറിയില്ല. അത് നിങ്ങൾ കൊടുക്കണമെന്ന് ശ്രദ്ധിക്കേണ്ടത് ശരിക്കും അതിൻ്റെ രേഖ നിങ്ങൾ ഓഫീസിൽ നിന്ന് വാങ്ങാം. നമ്മളായിട്ടൊരു ബന്ധമില്ല. ബന്ധമില്ല എന്ന് പറഞ്ഞാൽ നമ്മളിത് കൈകാര്യം ചെയ്യില്ല എന്നല്ല പറയണത്, ഇതൊക്കെ എൻ്റെ കയ്യിൽ തരണ്ടെന്ന് പറയാം, ഇതൊക്കെ അവിടെ കൊടുക്കുക. അതിന് ആഹ്വാനം നമ്മളിതുണ്ട്. എന്താണ് അതെ വയനാട് ഇത് പ്രധാനപ്പെട്ട ഇത് ഞാൻ വാങ്ങൂല. വയനാട് ദുരിത മേഖലയിൽ പൈസ ഒന്നും വാങ്ങണ പണിയില്ലാന്ന്. പിന്നെ എന്താണ് ദിവസങ്ങളിലായി സന്നദ്ധ പ്രവർത്തനം നടത്തിയ വിക്കായ പ്രവർത്തകർക്കുള്ള പ്രാർത്ഥനയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൾ ചെയ്യട്ടെ, അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് കൊടുക്കട്ടെ, അവരുടെ കുടുംബത്തിലൊക്കെ അല്ലാഹു ധാരാളം ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, കുടുംബങ്ങളിൽ അവർ നമ്മളൊക്കെ അല്ലാഹു സലാഹിയത്തിലാക്കട്ടെ. അതോടൊപ്പം അവർക്കൊരു ഉപഹാര സമർപ്പണം മാത്രം പോരാ, അവർക്ക് നല്ല പൈസ കൊടുക്കണം. നമ്മളൊക്കെ ഒക്കെ പാവപ്പെട്ട കുട്ടികളാണ് ആയിക്കോട്ടെ, അപ്പോൾ അതെല്ലാവരും കൊടുത്താളി. അപ്പോൾ ആ നിലക്ക് അതിനൊക്കെ അവിടെ ഉള്ള ദുരിതാശ്വാസം നമ്മൾ നൽകണം. അതിന് ഇന്നലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു യോഗ അവിടെ വയനാട് വെച്ച് നടന്നിരുന്നു. ഞാനും പോകേണ്ടതായിരുന്നു, എനിക്ക് ഒഴിവില്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. ഇനി അടുത്ത ദിവസങ്ങളിൽ ഇനിയും അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ നടത്തി ആ സംഖ്യ അത് വിതരണം ചെയ്യേണ്ട അത് നീതിപൂർവ്വം അവിടെ വിതരണം ചെയ്യും, യാതൊരു സംശയമില്ല. അവിടെ അവരെ കുടിയിരുത്തുള്ള സ്ഥലത്തൊരു പള്ളി മദ്രസൊക്കെ നമ്മൾ എടുത്തു കൊടുക്കാതെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതും നടക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ ഞാൻ പറഞ്ഞത്, ഒന്ന് മറ്റൊന്നെനിക്ക് തടസ്സമല്ല എന്ന്. അപ്പോൾ ചില ആളുകൾ വയനാട് ദുരിതത്തിനായി മൗലിദൊക്കെ നിർത്തിയേക്കാറ്. അത് എന്തിനാണോ മൗലിദ് നിർത്തിയേക്കണ്? മൗലിദ് നിർത്തിവെച്ചാൽ ഇനിയും വരും ആഫത്ത്. ആ മൗലിദുകളൊക്കെ നല്ലോണം ഓതുക, നബിദിനെ എങ്ങനെയാണ് നമ്മൾ കൊണ്ടാടുന്നത് അതിനേക്കാൾ ഉഷാറിൽ കൊണ്ടാടുക. അതോടുകൂടി വയനാട് പണ്ടൊന്നും ആരും മോശമാക്കും വേണ്ട. നിൽക്ക് എല്ലാ നന്മകളും ചെയ്യാനുള്ളതായ തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. നിങ്ങൾ ഈ സംഗമത്തിന് അല്ലാഹു കബൂൾ ചെയ്യട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടിയും അതിൻ്റെ ഷിയാറുകളെ ഇവിടെ വികസിപ്പിച്ച് അതിനെ ജനങ്ങളുടെ ഇടയിൽ അതൊക്കെ നല്ല നിലക്ക് പ്രചരിപ്പിക്കപ്പെടാനൊക്കെ ഉള്ളതായ തൗഫീഖ് നമുക്കൊക്കെ അല്ലാഹു നൽകട്ടെ. നമ്മളെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ എല്ലാവരുടെ ഖബറിനും അല്ലാഹു സുഖപോകാനാക്കട്ടെ. വയനാട് ദുരിതത്തിൽ മരിച്ചവർക്കുള്ള ഖബറിന് അർഹമുർ റഹീമീനായ തമ്പുരാനെ നീ സുഖപോകാനാക്കി കൊടുക്കണേ തമ്പുരാനെ. അവിടുന്നുള്ള പ്രയാസങ്ങളെ കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണേ തമ്പുരാനെ. ഇതുപോലുള്ളതായ പ്രയാസങ്ങളെ തൊട്ടും ബുദ്ധിമുട്ടുകളെ തൊട്ടും ഞങ്ങളെ എല്ലാ നാടുകളെയും നീ കാത്തു രക്ഷിക്കണമെന്നുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശുദ്ധമായ ആശയത്തിന് മേൽ ഞങ്ങൾക്കൊക്കെയുള്ള ആശയങ്ങളെയും ഞങ്ങളെ അഖീദനെയും ഞങ്ങളെ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയൊക്കെ നിലനിർത്തി തന്നെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നതായ ഈ മതസൗഹാർദ്ദം സ്നേഹം ഇതൊക്കെ നിലനിർത്താനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കൊക്കെ നൽകണേ തമ്പുരാനെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. എല്ലാ ഷറുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അതിൻ്റെ മഹാന്മാരാവുന്നതായ പണ്ഡിതന്മാർ, അതിൻ്റെ സദാത്തുക്കൾ, അതിൻ്റെ പ്രവർത്തകർ, അതിൻ്റെ നേതാക്കന്മാർ എല്ലാവർക്കും ഖൈറും ബർക്കത്തൊക്കെ നൽകണേ തമ്പുരാനെ. എല്ലാ ഞങ്ങളുടെ മദ്രസകൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഈ സംഗമത്തിന് നീ കബൂൾ ചെയ്യണേ അല്ലാ. ഈ സംഘം ഇവിടെ സംഘടിപ്പിച്ചതായ എല്ലാവർക്കും എല്ലാ നിലക്കുള്ള ഖൈറും ബർക്കത്തൊക്കെ ചെയ്തു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾക്കുള്ളതായ ഈ ദുആനെ നീ കബൂൾ ചെയ്യണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് യോഗ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും.
ബഹുമാനികളെ,